ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ പിന്നെ ചിലരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രാൻസ്ലേഷൻ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷ്. ഞാൻ എപ്പോഴും ഒരു ക്ലാസ് അങ്ങനെ എടുത്തിട്ടുണ്ട്, പക്ഷേ അത് കുറച്ചായിരുന്നു. ഇതിപ്പം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് ഇപ്പം നിങ്ങൾക്കറിയാം നാമങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് 3 ലിംഗങ്ങളുണ്ട്: പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം. അതുപോലെ തന്നെ വചനങ്ങൾ ഏകവചനം, ദ്വിവചനം, ബഹുവചനം ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ക്രിയയുമായിട്ട് എങ്ങനെയൊക്കെയാണ് ബന്ധം വരുന്നത്? ക്രിയയ്ക്കും അതുപോലെ എന്താണ് 3 വചനങ്ങളുണ്ടല്ലേ, ഏകവചനം, ദ്വിവചനം, ബഹുവചനം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അത് തമ്മിൽ ബന്ധപ്പെടുത്തുന്നതെന്നൊക്കെ അറിയാൻ ഈ ക്ലാസ്സിൽ കൂടെ നിങ്ങൾക്ക് സഹായമാകും. ആദ്യമായിട്ട് നമുക്ക് നോക്കാം. നമ്മൾ പഠ് എന്നൊരു ധാതുവുണ്ട്. ആ ധാതുവിൽ നിന്നാണ് ഒരു പഠതി എന്ന വാക്ക് വരുന്നത്. പഠ് മീൻസ്, പഠ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടു റീഡ് അല്ലെങ്കിൽ ടു സ്റ്റഡി എന്ന് 2 രീതിയിലും പറയാം. അപ്പോൾ ആ പഠ് ധാതുവിൻ്റെ വർത്തമാനകാലം, പ്രസൻറ്റ് ടെൻസ്, അതിൻ്റെ സംസ്കൃതത്തിൽ പറയുന്നത് ലട്ട്. അപ്പം ലട്ട് എന്തിനെ കാണിക്കുന്നു? വർത്തമാനകാലം. അപ്പോൾ അതിൻ്റെയാണ് ഇവിടെ ആ പഠ് എന്ന ധാതുവിന് 3 പുരുഷനുണ്ട്: പ്രഥമ പുരുഷ, മധ്യമ പുരുഷ, ഉത്തമ പുരുഷ. പ്രഥമ പുരുഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ക്രിയയിൽ ചേരുന്നത് 3rd പേഴ്സണിലുള്ള നാമങ്ങളാണ്. 3rd പേഴ്സൺ എന്താണൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, 3rd പേഴ്സൺ എന്താണെന്ന്. പിന്നെ മധ്യമ പുരുഷൻ്റെ എങ്ങനെയാണ്? 2nd പേഴ്സണാണ്. ഉത്തമ പുരുഷനിൽ 1st പേഴ്സൺ. ഈ രീതിയിലാണ് നാമങ്ങൾ അവയുമായിട്ട് ബന്ധിക്കുന്നത്. അപ്പം നമുക്ക് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ നോക്കിക്കോളൂ. ആൺകുട്ടി പുസ്തകം വായിക്കുന്നു. ആൺകുട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വേണം? ബാലകഹയാണ് ആൺകുട്ടി. അപ്പോൾ ഒരു കുട്ടിയേ ഉള്ളൂ. അപ്പം ബാലകഹ. ഇനി പുസ്തകം എന്നുള്ളത് പുസ്തകം തന്നെയാണ്. പുസ്തകം. ഇനി വായിക്കുന്നു, അല്ലെങ്കിൽ വായിക്കുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, റീഡിങ് അല്ലേ. അപ്പം ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ ഏകവചനം, ദ്വിവചനം, ബഹുവചനം. അപ്പം എന്ത് പറയണം? ഇത് ഇതാണ് ബാലകഹ. ഏത് ഇതാണ്? അതായത് 3rd പേഴ്സൺ അല്ലേ, 3rd പേഴ്സണാണ്. അപ്പോൾ 3rd പേഴ്സൺ ആകുമ്പം പ്രഥമ പുരുഷനാണ് 3rd പേഴ്സണിൽ വരുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെ വരും? ബാലകഹ പുസ്തകം പഠതി. സിംഗുലർ ആയതുകൊണ്ട് പഠതി തന്നെയാണ്, പഠതി. ഇനി അടുത്തത് ഇതിൻ്റെ ദ്വിവചനം നമുക്ക് നോക്കാം. ഇപ്പം 2 ആൺകുട്ടികൾ പുസ്തകം വായിക്കുന്നു എന്നെങ്ങനെ പറയും? 2 ആൺകുട്ടികൾക്ക് എന്താണ്? ബാലകഹയുടെ ബാലകൗ. 2 ആൺകുട്ടികൾ ബാലകൗ. പുസ്തകം അത് തന്നെയാണ്. പഠതിക്കാണ് വ്യത്യാസം വരുന്നത്. ഇത് സിംഗുലർ. ഇതപ്പം ഇത് 2 നാമം പഠതഹ. അപ്പം ബാലകൗ പുസ്തകം പഠതഹ. ഇനി മോർ ദാൻ 2 കൂടുതലാണ്. ആൺകുട്ടികൾ പുസ്തകം വായിക്കുന്നു എന്ന് പറയുമ്പോൾ ആൺകുട്ടികൾ എന്നുള്ളതിന് ബാലകാഹ. ദ്വിവചനം ബാലകൗ ആണ്. ബാലകാഹ പുസ്തകം പഠന്തി. ബഹുവചനം വന്നു. ഈ രീതിയിലാണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അവർ കവികളോടൊപ്പം കവിതകൾ വായിക്കുന്നു. അവർ കവികളോടൊപ്പം കവി. അവർ വരുമ്പോഴത്തേക്ക് അതെന്താ? 2nd പേഴ്സൺ അല്ല, 2nd പേഴ്സൺ അല്ല, 3rd പേഴ്സൺ തന്നെ. അതിൻ്റെ പിന്നെ അതായത് സർവനാമം വരുന്നതാണ് അല്ലേ. സഹ തൗ തേ എന്നാണ് അതിന്. ഹി, സഹ ഹി, തൗ അവർ 2 പേരും, തേ എന്ന് പറയുമ്പോൾ ദേ അവർ. അപ്പം ഇവിടെ അവർ എന്നുള്ളതിനാണ് തേ. അപ്പം സഹ തൗ തേ അവർ. കവികളോടൊപ്പം, അത് 2 വാക്കാണ്. കവികളോട് പ്ലസ് ഒപ്പം. കവികളോട് എന്ന് പറയുന്നത് ഏത് വിഭക്തിയിൽ വരും? ഓരോ വിഭക്തിക്കും ഓരോ പ്രത്യയമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് തൃതീയ വിഭക്തിയിലാണ് വരുന്നത്. തൃതീയ വിഭക്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതിനോട് എന്നൊക്കെയാണ് അർത്ഥം. അതിനാൽ, അതിനോട് എന്നൊക്കെയുള്ള മീനിങ് എന്നുള്ള പ്രത്യയം വരുന്നതാണ് തൃതീയ വിഭക്തി. അപ്പം കവിഹിയാണ് കവിയുടെ സംസ്കൃതത്തിലുള്ള വാക്ക്. പക്ഷേ ഇവിടെ കവികളോട്. അപ്പോൾ ഓടെന്നുള്ള ഏത് വിഭക്തിയുടെ പ്രത്യയമാണ്? തൃതീയ വിഭക്തി. അപ്പോൾ എങ്ങനെ വരും? കവിന, കവിഭ്യാം, കവിഭിഹി. കവിന എന്നുള്ളത് സിംഗുലർ, കവിഭ്യാം ദ്വിവചനം, കവിഭിഹി ബഹുവചനം. അപ്പോൾ ഇവിടെ കവികളോട്, കവികൾ പ്ലൂറലല്ലേ. അപ്പോൾ കവിഭിഹി. തേ കവിഭിഹി. ഒപ്പം, കൂടെ എന്നൊക്കെയാണ്. സഹ എന്നുള്ള വാക്കാണ്. സഹായാണ്. സഹ വിത്ത് എന്നുള്ള അർത്ഥം. സഹ. കവിതകൾ, കവിതാഹ, കവിതകൾ, കവിതാഹ.
ഇനി വായിക്കുന്നു അല്ലെങ്കിൽ ചൊല്ലുന്നു എന്നൊക്കെ പറയാം. അത് ഇതാണ് എന്താ വായിക്കുന്നു എന്ന് പറയും. കവിതാഹ ബഹുവചനമാകുമ്പോൾ പഠന്തി. കവിതാഹ പഠന്തി, വായിക്കുന്നു, കവിതകൾ വായിക്കുന്നു, ഇതാണ്. ഇനി അടുത്ത കുഞ്ഞുങ്ങൾ പാൽ കുടിക്കുന്നു. കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ശിശു എന്നാണ് കുഞ്ഞിന് പറയുന്നത്. അത് നമ്മൾ ഇപ്പോൾ പഠിച്ച ബാലകഹ എല്ലാം ആയിൽ അവസാനിക്കുന്നതാണ് അല്ലേ. പക്ഷേ ശിശു എന്ന് പറഞ്ഞാൽ ഊയിൽ അവസാനം, ശിശു ഊയിലല്ലേ. അപ്പോൾ അതിനൊരു ശിശു അതിൻ്റെ വിഭക്തി വരുമ്പോൾ പ്രഥമ വരുമ്പോൾ ശിശുഹു, ശിശു, ശിശവഹ, ശിശുക്കൾ. അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളാണ്. ശിശുഹു, ശിശു, ശിശവഹയാണ് ഇവിടെ ആദ്യം പറയേണ്ടത്. ശിശവഹ, ശിശുക്കൾ. ശിശവഹ. പാലിൽ നിന്ന് ദുഗ്ധം. ദുഗ്ധം കുടിക്കുന്നു. കുടിക്കുക അതിന് പി എന്ന ധാതുവാണ്. ആ ധാതുവിൻ്റെ ഇതുപോലെയാണ് വരുന്നത്. ഇതുപോലെ എന്താണ് പി ധാതു ആകുമ്പോഴത്തേക്ക് പഠതിക്ക് പകരം പിബതി. പഠതഃ പിബതഃ, പഠന്തി പിബന്തി. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ശിശുക്കളാണ്. അപ്പോൾ തേർഡ് പേഴ്സൺ ആണല്ലോ. അപ്പോൾ എന്താണ്? പഠന്തി പോലെ ഇവിടെ പിബന്തി. പിബന്തി. അടുത്തത് കൃഷിക്കാർ ജലത്താൽ വൃക്ഷങ്ങളെ നനയ്ക്കുന്നു. കൃഷിക്കാർ, കൃഷകഹയാണ് കൃഷിക്കാരൻ. അപ്പോൾ അതിൻ്റെ പ്ലൂറൽ കൃഷകാഹ. കൃഷകാഹ, കൃഷിക്കാർ, കൃഷകാഹ. ജലത്താൽ, ആൽ എന്നുള്ള ഏത് വിഭക്തിയാണെന്ന് പറഞ്ഞു? തൃതീയയാണ് അല്ലേ. അപ്പം ജലം എന്നുള്ളതിൻ്റെ തൃതീയ ജലേന, ജലാഭ്യാം, ജലൈഹി. ഇവിടെ സിംഗുലർ ആയിട്ടില്ലേ പറഞ്ഞത്? ജലത്താൽ. അപ്പം ജലേന അല്ലെങ്കിൽ പിന്നെ വെള്ളത്തിന് വൃക്ഷങ്ങളെയാണ്. അപ്പം ജലൈഹി വേണമെങ്കിലും പറയാം, ജലേന വേണമെങ്കിലും പറയാം, രണ്ടും പറയാം. ജലത്താൽ, ജലേന, ജലത്താൽ. വൃക്ഷങ്ങളെ, എ എന്നുള്ള വൃത്തി, എ അതിലേക്ക്, അതിലെ എന്നൊക്കെ പറയുന്നത് ദ്വിതീയ വിഭക്തിയാണ്. അപ്പം വൃക്ഷശബ്ദം വൃക്ഷ, വൃക്ഷ, വൃക്ഷാഹയാണ് വൃക്ഷശബ്ദത്തിൻ്റെ പ്രഥമ. അപ്പോൾ ഇത് എന്താണ്? വൃക്ഷങ്ങളെ ദ്വിതീയാണ്. അപ്പോൾ ദ്വിതീയ പദം വൃക്ഷം, വൃക്ഷൗ, വൃക്ഷാൻ, വൃക്ഷാൻ ആണ്. അതാണ് ദ്വിതീയ ബഹുവചന. വൃക്ഷങ്ങളെ എന്ന് പറഞ്ഞാൽ ബഹുവചനമല്ലേ വരുന്നത്. അപ്പോൾ വൃക്ഷാൻ, വൃക്ഷാൻ, വൃക്ഷങ്ങളെ ദ്വിതീയ വിഭക്തി. വൃക്ഷാൻ. ഇനി അടുത്തത് നനയ്ക്കുന്നു. സിഞ്ച് ധാതുവാണ്, നനയ്ക്കുന്നു. അപ്പോൾ ഇവിടെ കൃഷകാഹ ബഹുവചനമാണ്. അപ്പോൾ ഇതുപോലെ വാങ്ങുമ്പോൾ പടതി, പടതഃ, പടന്തി പോലെ സിഞ്ചതി, സിഞ്ചതഃ, സിഞ്ചന്തി. അപ്പോൾ ഇവിടെ ബഹുവചനം വരുമ്പോൾ സിഞ്ചന്തി, സിഞ്ചന്തി. ഈ രീതിയിലാണ് വരുന്നത്. അടുത്തത് അഞ്ചാമത്തെ, നീ എവിടെ പോകുന്നു. നീ എന്ന് പറയുമ്പോഴത്തേക്ക് അത് സെക്കൻഡ് പേഴ്സൺ ആണ് അല്ലേ. സെക്കൻഡ് പേഴ്സൺ ആണ്. അപ്പം നീ എന്ന് പറയുന്നത് എന്ത് വാക്കാണ്? നീക്ക് സഹ, ഹീ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സഹ വന്നു. നീക്ക് ത്വം, ത്വം, യുവാം, യൂയം. ത്വം നീ, യുവാം നിങ്ങൾ രണ്ടുപേർ, യൂയം നിങ്ങളെല്ലാവരും. അപ്പോൾ നീ എന്നുള്ളതിന് ത്വം. പക്ഷേ അതിന് മുമ്പ് ത്വം ശരിയാണ്, ത്വം. ഇനി എവിടെ, വേർ, കുത്ര, കുത്ര. ഇനി പോകുന്നു. ഇവിടെ നമ്മൾ പട ധാതുവാണ്. പോകുന്നു എന്നുള്ള ഗമ ധാതുവാണ്. ഗമ മീൻസ് ടു ഗോ. അത് ഇതുപോലെയാണ് പടതി പോലെ ഗച്ഛതി, ഗച്ഛതഃ, ഗച്ഛന്തി. പക്ഷെ ഇവിടെ ത്വം എന്നുള്ളത്, യു എന്നുള്ളത് സെക്കൻഡ് പേഴ്സൺ അല്ലേ. അപ്പം എന്ത് വരണം? മധ്യമ പുരുഷനാണ് വരേണ്ടുന്നത്. മധ്യമ പുരുഷൻ എങ്ങനെയാണ്? ത്വമ്മിന് പടസി, പടതഃ, പടത. ത്വം ഇതല്ലേ, സിംഗുലർ അല്ലേ. അപ്പം ത്വം പടസി. അപ്പം ത്വം കുത്ര, പടസി അല്ല വരട്ടെ. ഗച്ഛ, ഗമ ആകുമ്പോഴത്തേക്ക് പോകുന്നു. ത്വം കുത്ര, ഇവിടെ ഗച്ഛതി, ഗച്ഛതഃ, ഗച്ഛന്തി, ഗച്ഛസി. അപ്പം അവിടെ ഗച്ഛസിയാണ്. ത്വം കുത്ര ഗച്ഛസി. ത്വം കുത്ര ഗച്ഛസി കഴിഞ്ഞിട്ട് ഫുൾ ക്വസ്റ്റ്യൻ മാർക്ക്. അടുത്ത ഞാൻ അതിന് ആൻസർ പറയാണ്. ഞാൻ വിദ്യാലയത്തിലേക്ക് പോകുന്നു. ഞാൻ എന്നുള്ളതിനാണ് അഹം. ഞാൻ, അഹം. വിദ്യാലയത്തിലേക്ക്, വിദ്യാലയ എന്നുള്ള വാക്കിന് പ്രഥമ. പക്ഷേ വിദ്യാലയത്തിലേക്ക് എന്നുള്ള അതിലേക്ക്, അതിനെ എന്നൊക്കെ വരുന്ന ഏത് വിഭക്തിയാണ്? ദ്വിതീയ വിഭക്തിയാണ്. അപ്പോൾ ദ്വിതീയ വിഭക്തിക്ക് വിദ്യാലയത്തിൻ്റെ വിദ്യാലയ, വിദ്യാലയോ, വിദ്യാലയ, വിദ്യാലയം, വിദ്യാലയോ, വിദ്യാലയാനാണ്. അപ്പോൾ വിദ്യാലയം ആണ്. വിദ്യാലയത്തിലേക്ക്,
വിദ്യാലയം. ഇനി പോകുന്നു, നേരത്തെ പറഞ്ഞില്ല ഇവിടെ ഗെറ്റ് പോലെ. പക്ഷെ അതെന്താണ്, അഹം എന്നുള്ള ഞാൻ എന്നുള്ള എന്താണ്, ഫസ്റ്റ് പേഴ്സൺ ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ വരുന്നത് ഉത്തമ പുരുഷനിലാണ് വരുന്നത്. അപ്പം പഠാമി, പഠാവഹ, പഠാമഹ. അപ്പം പോകുന്നതിൽ ഗമധാതുവല്ല. അപ്പം ഗച്ഛാമി, ഗച്ഛാവഹ, ഗച്ഛാമഹ. അപ്പോൾ ഇവിടെ സിംഗുലർ ആയതുകൊണ്ട് ഗച്ഛാമി. അഹം വിദ്യാലയം ഗച്ഛാമി. ഞാൻ വിദ്യാലയത്തിലേക്ക് പോകുന്നു. ഇനി അടുത്തത്, നീയും അവിടെയാണോ പഠിക്കുന്നത്? നീയും 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 എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾസോ എന്നുള്ള അർത്ഥമാണ് വരുന്നത് അല്ലേ. ഓൾസോ എന്നുള്ള എന്ത്, അബി എന്നൊരു വാക്കാണ്. അബി എന്നുള്ള വാക്കാണ്. അപ്പം നീയും. അപ്പം എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ രീതിയിലാണ്. നീയും അവിടെയാണോ പഠിക്കുന്നത്? ക്വസ്റ്റ്യൻ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, കിം ആദ്യം ചേർക്കണം. കിം കിം. ഇനി നീയും, നീ എന്നുള്ള വാക്ക് നമ്മുടെ കിട്ടില്ലേ, തോമല്ലേ. ത്വം പ്ലസ് അബി, തോമബി, നീയും. ചേർത്ത് എഴുതാം. തോമബി, കിം തോമബി. അവിടെയാണോ, അവിടെ. അവിടെ എന്ന് പറയുമ്പോൾ തത്ര. ഇവിടേക്ക് എന്ത് പറയും, അത്ര. തോമബി തത്ര. ഇനി പഠിക്കുന്നത് ഇവിടെ ഉണ്ടല്ലോ, പഠിക്കുന്നത്. ത്വം വരുമ്പോൾ ഏത് വരും, മധ്യമപുരുഷനാണ് അല്ലേ. കിം തോമബി, ത്വം വരുമ്പോഴത്തേക്കും മധ്യമപുരുഷൻ. തോമബി തത്ര പഠസി, തത്ര പഠസി. എന്നിട്ട് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ കിം ത്വമബി തത്ര പഠസി, നീ അവിടെയാണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതെ ഞാനും അവിടെ പഠിക്കുന്നു. അതേ, യെസ് എന്നുള്ളതിന് എന്ത് പറയും, ആം. ആം. അതേ എന്നുള്ളതിനാണ് ആം. ഇനി എന്താ, ഞാനും. ഇവിടെ അബി വന്നു, ത്വമബി. അപ്പം ഞാൻ എന്നുള്ളതിന് അഹം. അഹം പ്ലസ് അബി, അഹമബി, ഞാനും. അഹമബി. അവിടെ തത്ര, നേരത്തെ വന്നത് തത്ര. ഇനി ഇവിടെയാണ് പഠിക്കുന്നതാണ്. പഠിക്കുക എന്നുള്ളത് കണ്ട് ഇവിടെ വന്നല്ലോ. പഠസി മധ്യമപുരുഷനാണ്. ഇത് അഹം ആകുമ്പോഴത്തേക്ക് എന്താണ്, ഉത്തമ പുരുഷനാണ് വരുന്നത്, ഫസ്റ്റ് പേഴ്സൺ ആണ്. അപ്പം ഏകവചനമാണ് പഠാമി. പഠാവഹ പഠാമഹ വരുന്നത് പഠാമി. അഹം അഹമബി തത്ര പഠാമി. അഹമബി തത്ര പഠാമി. ഈ രീതിയിലാണ് വരുന്നത്. അപ്പം ഇങ്ങനെ കുറേ നിങ്ങൾ അതനുസരിച്ച് എഴുതി കഴിഞ്ഞാൽ എഴുതാനൊക്കെ സാധിക്കും. സ്വയം എഴുതാനും പറയാനും ഒക്കെ സാധിക്കും. അപ്പം ഇനി അടുത്ത ഇതുപോലെയുള്ള ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് വരുന്നതാണ്. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.